IPL സീസണിലെ എലിമിനേറ്റർ പോരാട്ടം. മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള പോരാട്ടം നിർണായക ഘട്ടത്തിലാണ്. ഗുജറാത്തിന്റെ പ്രതീക്ഷകൾ ചുമലിലേറ്റി ഒരാൾ പോരാടുന്നുണ്ട്, സായി സുദർശൻ. 49 പന്തിൽ 10 ഫോറുകളും ഒരു സിക്സറും സഹിതം 80 റൺസുമായി സായി സുദർശൻ പുറത്തായെടുത്ത് ഗുജറാത്ത് ടൈറ്റൻസ് വീണു. പിന്നാലെ മുംബൈ ഇന്ത്യൻസിനോട് തോറ്റ് ഗുജറാത്ത് ടൈറ്റൻസ് IPL-ൽ നിന്ന് തന്നെ പുറത്തായി. എങ്കിലും ഈ സീസണിലെ IPL-ലെ മികച്ച താരം ആരെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ, അത് തമിഴ്നാട്ടുകാരൻ സായി സുദർശൻ തന്നെ. IPL സീസണിൽ 700 റൺസ് പിന്നിട്ട ആദ്യ താരം. 15 ഇന്നിംഗ്സുകളിൽ നിന്ന് 759 റൺസുമായി റൺവേട്ടക്കാരുടെ പട്ടികയിൽ ഒന്നാമൻ. സീസണിൽ ഉടനീളം കളിക്കളത്തിൽ സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുത്ത താരം. 2020-കൊപ്പം ഏകദിന ക്രിക്കറ്റിനും അനുയോജ്യനാണ് സായി. അനാവശ്യ ഷോട്ടുകൾ ഒഴിവാക്കി പക്വതയോടെ ബൗണ്ടറികളിൽ ശ്രദ്ധിക്കുന്നു. അതാണ് സായിയുടെ പ്രത്യേകത. 2021-ൽ തമിഴ്നാട് പ്രീമിയർ ലീഗിലെ തകർപ്പൻ പ്രകടനമാണ് സായിയെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ എത്തിച്ചത്. 2022-ൽ ഗുജറാത്ത് ടൈറ്റൻസിൽ IPL അരങ്ങേറ്റം. 5 മത്സരങ്ങളിലെ അവസരം അയാൾ നന്നായി ഉപയോഗിച്ചു. ഇതോടെ ഗുജറാത്തിൽ സായിയുടെ അവസരങ്ങൾ വർദ്ധിച്ചു. 2023-ലെ IPL-ന്റെ ഫൈനലിലാണ് സായിയുടെ കഴിവുകളിലേക്ക് ക്രിക്കറ്റ് ലോകം കൂടുതൽ ശ്രദ്ധിച്ചത്. ഫൈനലിന്റെ സമ്മർദ്ദങ്ങളില്ലാതെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ സായി അടിച്ചു തകർത്തു. 47 പന്തുകളിൽ 8 ഫോറുകളും 6 സിക്സറുകളും. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ സായി സുദർശൻ അടിച്ചെടുത്തത് 96 റൺസ്. മത്സരം ഗുജറാത്ത് പരാജയപ്പെട്ടത് സായിയുടെ ഇന്നിംഗ്സിന്റെ ഭംഗി കുറച്ചു. എങ്കിലും IPL-ലെ മികവ് അയാളെ ഇന്ത്യൻ ടീമിലെത്തിച്ചു. ഇന്ത്യൻ ടീമിൽ 3 ഏകദിനങ്ങൾ മാത്രമാണ് സായിക്ക് കളിക്കാൻ കഴിഞ്ഞത്. നന്നായി കളിച്ചിട്ടും പ്രതിഭകളുടെ ധാരാളത്വം അയാളെ പലപ്പോഴും ഇന്ത്യൻ ടീമിന് പുറത്തു നിർത്തുകയാണ്. 2024-ലെ IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ പ്രകടനം മോശമായി. എങ്കിലും സായി സുദർശന്റെ റൺസ് നേട്ടം 500-ലധികമായിരുന്നു. ഈ സീസണിലും മികവ് തുടർന്നതോടെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ നിന്നും സായിയെ തേടി വിളിയെത്തി. IPL-ലെ ഈ മികവ് സായിക്ക് ഇന്ത്യൻ ടീമിലും തുടരാൻ കഴിയട്ടെ. ഭാവി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ താരമായി അയാൾ മാറട്ടെ.